സാക്ഷ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് നല്ല കാര്യം സംഭവിച്ചാലും അതെന്റെ ഭാഗ്യവാ, എന്തെങ്കിലും മോശം കാര്യം സംഭവിച്ചാൽ അതിന്റെ വിധി എന്ന് പറഞ്ഞ് സമാധാനപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ ഭാഗ്യത്തിലും വിധിയിലും എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ ഭാഗ്യം എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കേണ്ടി വരും. കാര്യം മലയാളത്തിലൊരു പദമാണ്. ഇപ്പം ആത്മാർത്ഥമായ എന്ന് പറയുന്ന, ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നൊന്നുമില്ല. ഇപ്പൊ ഹൃദയംഗമായ നന്ദി എന്ന് പറയുമ്പോൾ ഹൃദയമാണ് വികാരങ്ങളും ചിന്തകളും നിയന്ത്രിക്കുന്നതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഭാഷാപരമായ വഴക്കങ്ങളാണ്. അതിലാണ് നിങ്ങൾ ഈ പറഞ്ഞപ്പോ എന്താണ് ആ ഒരു പദം പറഞ്ഞ്, വിധി. അതുപോലെ തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേവറബിൾ ഔട്ട്കം ആണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഒരു പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ അറൗണ്ട് നമ്മൾ ഒരുപാട്, ഇപ്പൊ ട്രെയിനിൽ ചെല്ലുന്നു, ട്രെയിൻ നമുക്ക് കിട്ടാം, നമ്മൾ ലേറ്റായിട്ട് വരുമ്പോൾ ട്രെയിനും ലേറ്റായിട്ട് വരുന്നു, നമ്മൾ സമയത്ത് വരുമ്പോൾ ട്രെയിൻ ഒരുപാട് വൈകുന്നു. ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ആംഗിളിൽ നിന്ന് ഒരു സംഭവം നടക്കും. ഇപ്പോൾ ഒരാൾ ലേറ്റ് ആയിട്ട് വരുന്നു, ട്രെയിനിൻ്റെ തന്നെ എടുക്കാം, അയാൾ 30 മിനിറ്റ് ലേറ്റാണ്, പക്ഷെ ട്രെയിൻ വന്നിട്ടില്ല. അയാൾ പറയും ആഹാ ദാറ്റ്സ് ഗുഡ്. നിങ്ങളാണെങ്കിൽ ഒരു 15 മിനിറ്റ് നേരത്തെ വന്നാണ്, നിങ്ങളിപ്പോൾ 45 1 മണിക്കൂറായിട്ട് അവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുക, നിങ്ങൾ ഇത് എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കും. സോ ഒരേ സംഭവം തന്നെ നമ്മുടെ പൊസിഷൻ, നമ്മൾ എവിടെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ച് നമ്മൾ വിവിധ തരത്തിൽ വിലയിരുത്തും. അല്ലാതെ യഥാർത്ഥത്തിൽ ഭാഗ്യവും നിർഭാഗ്യവും ഈ ലോകത്തൊന്നുമില്ല. അത് വ്യക്തിഗത അനുഭവമാണ്, വ്യക്തിക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അരിസ്റ്റോട്ടിൽ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം, മഴ പെയ്യുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ കളിക്കാൻ പുറത്തു പോകാൻ ആഗ്രഹിക്കും. അന്നേരം അമ്മ പറയും കളിക്കണ്ട, പോയി കാലൊന്നും ഓടിക്കണ്ട എന്ന് പറയും. പക്ഷേ കുട്ടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിണുങ്ങി നിൽക്കും, അവന് കളിക്കാൻ പോകണം. അമ്മയ്ക്കാണെങ്കിൽ സന്തോഷമാണ്, അവൻ ഇന്ന് പുറത്ത് പോയിട്ട് വസ്ത്രങ്ങൾ അഴുക്കാക്കില്ല, അതോടൊപ്പം തന്നെ പരിക്കൊന്നും വരില്ല. അച്ഛൻ ഒരു കർഷകൻ അവിടെ, അവന് വിത ഇറക്കാനായിട്ട് നിൽക്കുന്നവനാണ്. അവൻ പറയും ഓഹോ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അച്ഛൻ വേറൊരാളാണെങ്കിൽ അയാളെ കൊയ്തെടുക്കാനായിട്ട് ബാക്കി കിടക്കുകയാണ് ധാന്യങ്ങൾ, കഴിഞ്ഞ ആഴ്ച വണ്ടി വന്നില്ല അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അയാൾ പറയും ഇതെന്ത് വലിയ ശിക്ഷയാണ്, ഞാൻ ഇത്രയും നാള് ഇത് പരിപാലിച്ചുകൊണ്ടിരുന്ന ഈ വിള എനിക്കിത് നേരെ കൊയ്തെടുക്കാൻ കഴിയുന്നില്ലല്ലോ, ദൈവം എന്നോട് എന്താണ് ഇത്രയും ക്രൂരനായിട്ട് പെരുമാറുന്നത്. അപ്പോൾ വിത്തിറക്കാനുള്ളവന് ഭയങ്കര സന്തോഷം, വിള കൊയ്യാനുള്ളവന് ഭയങ്കര ദുഃഖം, കുട്ടിക്ക് ഭയങ്കര പ്രതിഷേധം, അമ്മയ്ക്ക് ഒരാശ്വാസം. ഇതെല്ലാം ഈ മഴ കാരണമാണ് സംഭവിക്കുന്നത്. പക്ഷെ മഴ ഇതൊന്നും അറിയുന്നില്ല, മഴ പെയ്യുകയാണ്. നിങ്ങൾ ഈ ഭാഗ്യമൊന്നും നിർഭാഗ്യം നോക്കുക, നിങ്ങളുടെ ഓരോരോ ആംഗിളിൽ നിന്നുകൊണ്ട് നിങ്ങൾ അതിനെ വിലയിരുത്തുകയാണ്. നിങ്ങൾക്കൊരു സിനിമയിൽ ചാൻസ് കിട്ടിയില്ലെങ്കിൽ വേറെ ആൾക്ക് അവിടെ ചാൻസ് കിട്ടുന്നുണ്ട്, അയാളുടെ ഭാഗ്യം നിങ്ങളുടെ നിർഭാഗ്യം. അപ്പൊ ആക്ച്വലി ഇറ്റ് ഈസ് വ്യക്തിഗതമായ അനുഭവങ്ങളാണ്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ഒരു കാരണം ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളുടെ കാരണം ഉണ്ടാക്കാൻ വെച്ചാൽ വി നീഡ് ടു ഹാവ് സം റീസൺസ്, ആൻഡ് ഇഫ് യു ഡോണ്ട് ഹാവ് എനി റീസൺ യു വാണ്ട് ടു ക്രിയേറ്റ് എ ഫോൾസ് റീസൺ. റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ഫോൾസ് റീസൺസ് ആണ്.